ഹലോ, എല്ലാവർക്കും ഓണാശംസകൾ. ഓണച്ചിത്രങ്ങളിൽ രണ്ടാമത്തെ പ്രധാന ചിത്രമായി എനിക്ക് തോന്നിയ കൊണ്ടൽ ഇന്ന് കാണാൻ പോയി. അപ്പോൾ കൊണ്ടലിൻ്റെ അഭിപ്രായം ആണ് പറയുന്നത്. കൊണ്ടൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന നമ്മളെ സോഫിയ പോളിൻ്റെ പ്രൊഡക്ഷനിൽ വന്ന സിനിമ എന്നുള്ള രീതിയിലാണ്. പിന്നെ ആൻ്റണി പെപ്പെ, പിന്നെ എന്തു പറയാൻ, പിന്നെ അതിൻ്റെ ട്രെയിലർ, ഈ മൂന്ന് കാര്യത്തിലാണ് ഞാൻ കുറച്ചെങ്കിലും ഇമ്പ്രസ്ഡ് ആയത്. സോഫിയ പോൾ അങ്ങനെ വാരി വലിച്ചിട്ട് സിനിമ ചെയ്യുന്ന ഒരാളല്ല. എല്ലാം ഹിറ്റുകൾ ചെയ്യുന്ന ഒരു ഹിറ്റ് പ്രൊഡ്യൂസർ ആണ് സോഫിയ പോൾ. പിന്നെ ആൻ്റണി പെപ്പയും സെലക്റ്റീവായിട്ടുള്ള ഒരു നടനാണെന്ന് തോന്നി. ആക്ഷൻ ഓറിയൻറ്റഡ് ഫിലിംസിലാണ് പുള്ളിക്കാരൻ കൂടുതൽ വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കി. പിന്നെ ട്രെയിലറൂടെ കണ്ടപ്പോൾ അതൊരു പെർഫെക്റ്റ് ആക്ഷൻ മൂവിയാണ് എന്നുള്ള ഒരു തോന്നലുമുണ്ടായി. ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ കൊണ്ടൽ ബുക്ക് ചെയ്തത്. അങ്ങനെ കൊണ്ടൽ കാണാൻ പോയി. കൊണ്ടലിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ധാരണയോട് കൂടി, നമ്മൾ ആ ട്രെയിലറൊക്കെ കണ്ട് ഒരു ധാരണയോട് കൂടിയാണ് ആ സിനിമ കാണാൻ പോയത്. എൻ്റെ ധാരണ പരിപൂർണമായും തെറ്റി എന്നുള്ളതാണ് ആ സത്യം. ഞാൻ എന്താണോ പ്രതീക്ഷിച്ചത് അതായിരുന്നില്ല സിനിമ. വളരെ ട്രെയിലർ കാണുമ്പോൾ നമുക്കറിയാം, വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന, ചടപടയെന്ന് പോകുന്ന ഒരു അടിപൊളി ആക്ഷൻ ത്രില്ലറായിട്ടാണ് ട്രെയിലർ കാണിച്ചിരിക്കുന്നത് കൊണ്ടാലിനെ. പക്ഷേ സിനിമ കണ്ടപ്പോൾ സിനിമ ഇങ്ങനെ തുടങ്ങി. ആദ്യമൊക്കെ നല്ല ഊർജ്ജസ്വലമായി പടം ഇങ്ങനെ സ്റ്റാർട്ടായി. പിന്നെ പടം ഇങ്ങനെ ചത്ത് ഒരു ഇൻ്റർവെൽ കഴിഞ്ഞ ഓൾറെഡി ആ സിനിമയുടെ മരണം പൂർണ്ണമായും സംഭവിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ആ ഒരു അവസ്ഥയിലായി. ഒരു 2.5 മണിക്കൂർ 147 മിനിറ്റാണ് സിനിമയുടെ റണ്ണിങ് ടൈം. ഏതാണ്ട് 2.5 മണിക്കൂർ വരും. അപ്പോൾ അത് ശരിക്കും ഒരു 3/4 മണിക്കൂർ കാണിക്കേണ്ട ഒരു കഥയേ അതിൻ്റെ അകത്തുള്ളൂ. അതിനെ 2.5 മണിക്കൂർ വലിച്ചു നീട്ടിയത് എന്തിനാണ് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. പിന്നെ പടത്തിനൊരു വലിയൊരു പോസിറ്റീവ് ഉണ്ട്, അത് ഞാൻ പറയാം. എത്ര എന്തുണ്ടെങ്കിലും പിന്നെ സംവിധാനം കുഴപ്പമില്ല എന്ന് പറയാം. പിന്നെ തിരക്കഥയാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ പാളിച്ച. ഒരു കാമ്പില്ലാത്ത ഒരു ചെറിയൊരു കഥ, ഒരു ഷോർട്ട് ഫിലിം മാത്രം എടുക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു കഥ. ത്രില്ലിംഗ് ആയിട്ടുള്ള കഥയാണ്. നമ്മൾ 100 പ്രാവശ്യം കണ്ട ഒരു കഥയാണ്. ഒരു റിവെഞ്ച് പോലുള്ള ഒരു സംഭവമാണ്. കഥ നടക്കുന്നത് പൂർണ്ണമായും ഒരു കപ്പലിനകത്താണ്, ഒരു ഫിഷിംഗ് ബോട്ടിനകത്താണ്. അത് മറ്റൊരു പ്രത്യേകതയാണ്. സിനിമ തുടങ്ങി ഏതാണ്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞോടുകൂടി ഒരു ഫിഷിംഗ് ബോട്ടിനകത്ത് കയറുന്നതും സിനിമ തീരുന്ന നിമിഷം വരെ ആ ഫിഷിംഗ് ബോട്ടിനകത്തുള്ള രംഗങ്ങൾ മാത്രമാണ് ആ സിനിമയ്ക്കകത്തുള്ളത്. അതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് എന്ത് നടക്കുന്നു വെച്ചാൽ പ്രത്യേകിച്ചൊന്നും നടക്കില്ല. നല്ല രീതിയിൽ ബോറടിക്കുന്ന, വളരെ ലാഗുള്ള, എഴഞ്ഞു നീങ്ങുന്ന ഒരു സിനിമയാണ്. എന്നാൽ അതൊരു മാസ് ആക്ഷൻ ത്രില്ലർ കൂടിയാണ് എന്നും അവകാശപ്പെടുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇത് വെറും ഡയലോഗടി. ആ സിനിമയ്ക്കകത്ത് വെറും ഡയലോഗിനാണ് ഏറ്റവും പ്രാധാന്യം. ഡയലോഗടി, ചെറഞ്ഞു നോട്ടം, ബാക്ക്ഗ്രൗണ്ട്. ഇപ്പോൾ ചുമ്മാ ഇങ്ങനെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഗും ബും ബും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇങ്ങനെ ഒരാൾ മറ്റൊരാളെ നോക്കുമ്പോൾ വലിയൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അയാൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ആ സിനിമയിൽ ഏറ്റവും കൂടുതലുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നോട്ടങ്ങൾ മാത്രമാണ്. എനിക്ക് KGF ഫസ്റ്റാണ് ഓർമ്മ വന്നത്. എന്ത് കൊച്ചു കാര്യം വന്നാലും ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടുള്ള ഒരു പരിപാടി. ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ തുടക്കത്തിൽ എനിക്ക് ഭയങ്കര സംഭവമായിട്ട് തോന്നി. പക്ഷേ സിനിമ തീർന്നപ്പോൾ തലയ്ക്കകത്ത് അത് മാത്രമേ ഉള്ളൂ. ഒരേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അടിക്കുന്ന ഒരു ഫീലാണ് ഉണ്ടായിരുന്നത്. പിന്നെ രാജ് ബി ഷെട്ടിയൊക്കെ കൊണ്ട് ട്രെയിലർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എന്തോ ഭയങ്കര സംഭവമാണെന്ന്. പുള്ളിക്കാരൻ ഇതിൽ ഒന്നുമല്ലാത്ത ഒരു സംഭവമാണ്. ടർബോയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കിടിലം വില്ലനൊക്കെ ആയിരുന്നു. പക്ഷേ ഇതിൽ പുള്ളിക്കാരൻ ഒന്നുമല്ല. പുള്ളിക്കാരൻ്റെ ഡബ്ബിങ്ങൊക്കെ വെറും വേസ്റ്റാണ്. ഒരു പൊട്ടൻ റോള് എന്ന് തന്നെ പറയാം. ഒന്നിനും കൊള്ളാത്ത ഒരു വേസ്റ്റ് റോളായിട്ട് പറയാം. പിന്നെ ആൻ്റണി പെപ്പയ്ക്ക് പ്രത്യേകിച്ച് മുഖത്ത് ഫുൾ മുടിയാണ്. ഇത്രയും പുറത്ത് കാണാവും. അപ്പോൾ പുള്ളിക്കാരൻ അങ്ങനെ വലുതായിട്ടൊന്നും അഭിനയിക്കേണ്ട ആവശ്യമില്ല. മുഖം കണ്ടാലല്ലേ അഭിനയിക്കേണ്ട ആവശ്യമുള്ളൂ. തലയും ഇങ്ങനെ സിംഹത്തിൻ്റെ പോലെ ഫുൾ മുടിയാണ്. മുടിക്കകത്തൂടെ കുറച്ച് ഫേസ് കാണാം. ആ ഫേസിലൂടെ എന്തെങ്കിലും അഭിനയിക്കും. പിന്നെ കുറേ വില്ലന്മാരുണ്ട്. സ്വയം എന്തോ ആണ് എന്ന് അവകാശപ്പെടുന്ന കുറേ വില്ലന്മാർ. എല്ലാം നല്ല തണ്ടും തടിയും നല്ല കറുത്ത നിറമൊക്കെ ഉള്ള ഭീകരന്മാരായ കുറേ വില്ലന്മാർ. ഇവരെല്ലാം എല്ലാം ബോട്ടിനകത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കൂമ്പകളും വരട്ടക്കവും കൊച്ചു ഇപ്പോൾ കൊല്ലാൻ പറ്റുമെങ്കിലും കൊല്ലേണ്ടവനെ കൊല്ലാതെ കത്തിയും പിടിച്ച് അല്ലെങ്കിൽ ആയുധവും പിടിച്ച് ഇങ്ങനെ ഡയലോഗ് മാത്രം അടിച്ചുകൊണ്ടിരിക്കുന്ന കുറേ വില്ലന്മാരുണ്ട്. പിന്നെ ഇങ്ങനെ ബും 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 എന്നുള്ള മ്യൂസിക്കും കാര്യങ്ങളും. മൊത്തത്തിൽ കോമഡിയാണ്. കണ്ടു തീർക്കാൻ നല്ല പ്രയാസമായിരുന്നു. ഇനി പടത്തിലെ ഏറ്റവും വലിയ പോസിറ്റീവ്, അത് കൈയടിക്കേണ്ട പോസിറ്റീവാണ്. ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ കണ്ടിട്ടില്ല ഈ അടുത്തിടയ്ക്ക്. അതിൻ്റെ മേക്കിംഗ് സ്റ്റൈൽ, ഏറ്റവും പ്രധാനം ക്യാമറ വർക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ ഒരു രക്ഷയില്ലാത്ത സാധനമായിരുന്നു. ഇത്രത്തോളം റിയലിസ്റ്റിക് ആയിട്ട് റിസ്കി ആയിട്ടുള്ള ഒരു ക്യാമറ വർക്ക് ഞാൻ ഈ അടുത്ത കാലത്തെങ്ങും സിനിമയിൽ, അടുത്ത കാലത്ത് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് വേണമെങ്കിൽ പറയാം,
ഞാൻ സിനിമയിൽ കണ്ടിട്ടില്ല, മലയാള സിനിമയിൽ. ഈ ബോട്ടിനകത്ത് എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ അകത്ത് കാണിക്കുന്ന കംപ്ലീറ്റ് ഷോട്ടുകളും എല്ലാ ആംഗിളിൽ വെച്ചുള്ള ഷോട്ടുകളുണ്ട്, ഏരിയലുണ്ട്, അല്ലാതെ മൂവ്മെൻ്റ് ഉണ്ട്, എല്ലാ പരിപാടികളുണ്ട്, കംപ്ലീറ്റ് ഒറിജിനലാണ്. യാതൊരുവിധ VFX ചേർത്തിട്ടില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ നൈറ്റ് ഷോട്ടുകളും കൊച്ചു കൊച്ചു സംഭവങ്ങളും മാത്രമേ VFX ചെയ്തിട്ടുള്ളൂ. അല്ലാതെ കാണിക്കുന്നതെല്ലാം പക്ക റിയലാണ്. പിന്നെ അതിൻ്റെ കളർ ടോണും റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു കളർ ടോണാണ്. നമ്മളെ ഈ മയ്യാവു, ഈ മലയങ്കുഞ്ഞ്, ഇങ്ങനെയൊക്കെയുള്ള സിനിമകളിൽ കാണുന്ന ഒരു കളർ ടോൺ ഉണ്ടല്ലോ, ഒരു ഡള്ളായിട്ടുള്ള ഒരു കളർ ടോൺ, ഓവർ കളറൊന്നുമില്ലാത്ത റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫീല്, അത് കലക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കാനുള്ള പ്രധാന കാരണം ആ ഒരൊറ്റ കാരണമാണ് സിനിമയുടെ ആ ഒരു സിനിമാറ്റോഗ്രാഫി, ആ ഒരു മേക്കിംഗ് സ്റ്റൈൽ, ആ സംഭവം നടക്കും. ഇപ്പോൾ ഒരു സിനിമയിൽ ഒരു ക്ലിപ്പ് മാത്രമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ വിചാരിക്കും അതെന്തോ ഭയങ്കര ഒരു സിനിമയാണ്. അങ്ങനത്തെ രീതിയിലുള്ള ഒരു മേക്കിംഗ് സ്റ്റൈലാണ്. ഭയങ്കരം എന്ന് വെച്ചാൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ ക്ലൈമാക്സിൽ സ്രാവുമായിട്ടുള്ള ഒരു സീനുണ്ട്, ഷാർക്കുമായിട്ടുള്ള ഒരു രംഗമുണ്ട്. അത് ഇന്ന് വരെ ഒരു മലയാള സിനിമയാണ്, ഒരു ഇന്ത്യൻ സിനിമയല്ല, ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ വേണമെങ്കിൽ നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള പെർഫെക്ഷനിലുള്ള ഒരു സീനുണ്ട്. അത് ഇത്രത്തോളം റിയലായിട്ട് ഞാൻ ഹോളിവുഡ് സിനിമകളിലേ കണ്ടിട്ടുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. അത് നിങ്ങളും സമ്മതിക്കും. അതിൻ്റെ ക്ലൈമാക്സിലുള്ള ഈ ഒരു ഫൈറ്റ് സീനുണ്ട്, ഒരു മീനുമായിട്ടുള്ള ഒരു സംഭവമുണ്ട്. പക്ഷേ ഇതെല്ലാം കാണിക്കുന്നത് ഇതൊക്കെ എന്തിനാണ് എന്നൊരു ചോദ്യമുണ്ട്. എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത്, എന്തിനു വേണ്ടിയായിരുന്നു എന്നൊരു ചോദ്യം കൂടെയുണ്ട്. ഒന്നിനും കൊള്ളാത്ത ഒരു സിനിമയുടെ ജീവൻ, ഞാൻ വീണ്ടും പറയുകയാണ്, ഒരു സിനിമയുടെ ജീവൻ എന്തൊക്കെ ചെയ്തു വെച്ചാലും ഒരു സിനിമയുടെ ജീവൻ എന്ന് പറയുന്നത് എഴുത്താണ്. പ്രധാനമായി കഥയല്ല, തിരക്കഥയാണ്. തിരക്കഥ എത്രത്തോളം നന്നാവും അത്രത്തോളം ആ സിനിമ ലോ ബഡ്ജറ്റായാലും ഹൈ ബഡ്ജറ്റായാലും എന്തായാലും ആരൊക്കെ അഭിനയിച്ചാലും എന്തൊക്കെയായാലും പ്രധാനമായിട്ടും തിരക്കഥ കൊള്ളാമെങ്കിൽ ഒരു സിനിമയെ നമുക്ക് കൊള്ളാം, നന്നായിരുന്നു എന്നൊരു വാക്കെങ്കിലും പറയാൻ പറ്റും. ഇവിടെ ഏറ്റവും പാളിച്ച സംഭവിച്ച തിരക്കഥയ്ക്കാണ്. തിരക്കഥ ഒന്നിനും കൊള്ളാത്ത തിരക്കഥ. പിന്നെ ഡയലോഗൊക്കെ പറയുമ്പോൾ BGM ഒക്കെ പൊക്കി അങ്ങിടുന്നു, പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല. ചെറിയ രീതിയിൽ ഡയലോഗിൻ്റെ സൗണ്ട് താഴ്ത്തിയ ഡയലോഗ് പറയുമ്പോഴും ബാക്കിൽ വരുന്ന മ്യൂസിക് ഭയങ്കരമാണ്. അപ്പോൾ ആ മ്യൂസിക്കിൻ്റെ ഇടയിൽ പറയുന്നതൊന്നും കേട്ടുവിടാം. അപ്പോഴും എനിക്ക് KGF 1 ഓർമ്മ വന്നത്. KGF 1 ഈ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതൊക്കെ ഡയലോഗ് പറയുമ്പോൾ വലിയ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ കൊണ്ടിടും. അപ്പോൾ അങ്ങനെയായിരുന്നു. ഒരു പൂർണ്ണ പരാജയം തന്നെയാണ് സിനിമ എന്ന് പറയാം. കാരണം എന്തൊക്കെ കാട്ടിക്കൂട്ടി വെച്ചിട്ട്, എന്നാൽ നല്ല പ്രൊഡക്ഷൻ വാല്യൂ ഉള്ള സിനിമ, നല്ല രീതിയിലുള്ള കലാസംവിധാനം, ഭയങ്കര ക്യാമറ വർക്ക്, ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു വർക്ക് തന്നെയാണ് ഈ സിനിമ. എന്തൊക്കെ പറഞ്ഞിരിക്കുക. ഈ സോഫിയ പോൾ എന്ത് കണ്ടിട്ടാണ് വീണത്? ഈ സ്ക്രിപ്റ്റ് വായിച്ചാൽ തന്നെ ആർക്കും യാതൊരു ഇമ്പ്രഷനും തോന്നാത്ത രീതിയിലുള്ള ഒരു സ്ക്രിപ്റ്റാണ്. എന്തു പറ്റി ഇവർക്കൊക്കെ ഇന്ന് മനസ്സിലാവുന്നില്ല. എന്നാൽ ഒരു ഗണത്തിൽ സങ്കടവും തോന്നുന്നു. ഇത്രയും നല്ലൊരു വർക്ക്, അത്ര നല്ലൊരു സ്ക്രീൻ പ്ലേയിൽ കൂടെ ചാലിച്ചെടുത്ത് ഒരു സാധനം ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി സിനിമ നമുക്ക് കിട്ടിയേനെ. പക്ഷേ എന്തോ കൊണ്ടാൽ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം. എൻ്റെ മനസ്സിൽ പരാജയപ്പെട്ടു. എന്തായാലും നിങ്ങൾക്കൊരിക്കലും അത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ ഇത്തരം സിനിമകൾ എന്തോ ആണ് എന്ന് ധരിച്ചു നടക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ എന്തോ ആണെന്നൊക്കെ തോന്നാം. പക്ഷേ നമുക്ക് കാണുന്നതിനപ്പുറം സിനിമയിലൊന്നുമില്ല. വെറും വർത്താനം പറച്ചിൽ, ഇങ്ങനെ സംഭവങ്ങൾ നടന്നു. ഞാൻ ഇൻ്റർവെൽ വരെ നോക്കി, നല്ല ആഴ്ചയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞെങ്കിലും സിനിമ ചൂട് പിടിക്കുമെന്ന് വിചാരിച്ചു. ഒന്നും സംഭവിച്ചില്ല. വീണ്ടും താഴ്ന്നു തന്നെ സിനിമ പോയി. അങ്ങനെ ഒരു ഗുഡ് ഫോർ നത്തിങ് ആയിട്ടുള്ള ഒരു എൻഡായിരുന്നു. ഒന്നിനും കൊള്ളാത്തൊരു എൻഡ്. അങ്ങനെ തലയിൽ കൈവച്ചുകൊണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയി. തിയേറ്ററിൽ വളരെ ആൾ കുറവായിരുന്നു. അങ്ങനെയാണ് സംഭവം. അപ്പോൾ എൻ്റെ അഭിപ്രായം ഇതാണ്. നിങ്ങൾ പിന്നെ ഈ സിനിമ ആർക്കൊക്കെ പറ്റുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബ പ്രേക്ഷകർക്ക് 1% പോലും യോജിച്ച ഒരു സിനിമയല്ല ഇത്. കാരണം ആ സിനിമയുടെ പോക്ക് അങ്ങനെയാണ്, അതിൻ്റെ രീതി അങ്ങനെയാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല. ഒരു പ്രത്യേക കാറ്റഗറി, ഇങ്ങനെ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ത്രില്ലർ എലമെൻറ്റ് താല്പര്യമുള്ളവർക്ക് മേക്കിംഗ് സ്റ്റൈൽ, ഞാനിപ്പോൾ മേക്കിംഗ് സ്റ്റൈലിനെ ഇത്രത്തോളം പുകഴ്ത്തി. നമ്മൾ കാണുന്ന ഓഡിയൻസിൽ ഒരു 80% ആളുകളും മേക്കിംഗ് സ്റ്റൈൽ കാണാനൊന്നും അല്ല പോകുന്നത്. നല്ല കഥയും തിരക്കഥയും രംഗങ്ങളും ഉണ്ടെങ്കിൽ കാണാൻ പോകും. അപ്പോൾ മേക്കിംഗ് സ്റ്റൈൽ കണ്ട് എൻജോയ് ചെയ്യാൻ മാത്രം ഇതിന് ടിക്കറ്റ് എടുക്കണം എന്നുള്ളത് ഒരു നഷ്ടം ഉള്ള ഒരു കാര്യമാണ്. എന്തായാലും എന്നെ ഒരുപാട് നിരാശപ്പെടുത്തി കഴിഞ്ഞു ഈ സിനിമ. ഇനി അടുത്ത് ഏറ്റവും നല്ല അഭിപ്രായം നിൽക്കുന്നത് കിഷ്കിന്ധാകാന്ഡം എന്ന് പറയുന്ന സിനിമയ്ക്കാണ്. അത് ഇനി ഉടനെയും കാണാൻ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇന്നലെ സിനിമ കണ്ടു, ഇന്നും കണ്ടു. അങ്ങനെ ഓണച്ചിത്രങ്ങൾ 2 കണ്ടു. അപ്പോൾ നിങ്ങളാരെങ്കിലും ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. അടുത്ത റിവ്യൂവിൽ കാണാം.